ഹലോ ഫ്രണ്ട്സ്, നമ്മളെ ഏവരെയും ഞെട്ടിക്കുന്ന ആ ക്ലൈമാക്സ് രംഗത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ ലച്ചു സച്ചി ജീവിതകഥ. അവർ രണ്ടുപേരും എന്തെങ്കിലും ഒന്നിക്കുമോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇത്രയും നാൾ നാം ഏവരും കാത്തിരുന്നത്. എന്നാൽ സ്വാതി ഈ സഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ സഞ്ജുവും സ്വാതിയുമാണ് എന്നും ഒരുമിച്ച് ജീവിക്കേണ്ടത് എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവസാനം തന്റെ ചേച്ചിക്ക് വേണ്ടി ലച്ചു ഗോവിന്ദന്റെ ഭാര്യയാകാനായി തീരുമാനിച്ചു കഴിഞ്ഞു. ഗോവിന്ദും ലക്ഷ്യവും ഒന്നിച്ചാൽ പിന്നെ മംഗലശ്ശേരിയെ തകർക്കാനാകില്ല എന്ന ദക്ഷയുടെ ആശങ്കയും പരിഭ്രമവും ഗോവിന്ദിനെ അപകടത്തിലെത്തിക്കുന്നതിന് കാരണമായി തീർന്നു. ലച്ചു പല ഉപകാരങ്ങളും ദക്ഷയ്ക്കും ദക്ഷയുടെ സഹോദരനും ചെയ്തു കൊടുത്തിരുന്നെങ്കിലും ലച്ചു മംഗലശ്ശേരിയിൽ നിലനിൽക്കുന്ന അത്രയും നാൾ, ലച്ചു ആ വീട്ടിൽ ഉണ്ടാകുന്ന അത്രയും നാൾ ആ കുടുംബത്തിന് ഒരാപത്തും ഉണ്ടാക്കാൻ ദക്ഷയ്ക്ക് കഴിയില്ല എന്നതായിരുന്നു ദക്ഷയുടെ പകയ്ക്കുള്ള പ്രധാന കാരണം. ലച്ചുവിനോടുള്ള ദക്ഷയുടെ ഇപ്പോഴത്തെ സമീപനം ഈ രീതിയിലാകാനുള്ള കാരണവും അത് തന്നെയായിരുന്നു. ലച്ചുവിനെ എത്രയും വേഗം തന്നെ മംഗലശ്ശേരിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക, പിന്നെ തന്റെ ആ കുടുംബത്തോടുള്ള പകയും വിരോധവും എന്നേക്കുമായി ചെയ്തു തീർക്കുക, അതാണ് ദക്ഷ എപ്പോഴും മുന്നിൽ കാണുന്ന ലക്ഷ്യം. സഞ്ജന ഇനിയും സഞ്ജുവിനെ സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ബാംഗ്ലൂർക്ക് മടങ്ങിപ്പോകാൻ മടി കാണിച്ചുകൊണ്ട്, എന്നാൽ ദക്ഷയോടൊപ്പം നിൽക്കാനും അതിന് ദക്ഷയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ദക്ഷയോടൊപ്പം നിന്ന് ഇതിലെല്ലാം പങ്കെടുത്ത് ഈ സന്തോഷകരമായ നിമിഷങ്ങളിലൊന്നും പങ്കെടുക്കാൻ തനിക്ക് കഴിയില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചുകൊണ്ട് ദക്ഷയുടെ മുന്നിൽ പോലും വരാതെ സഞ്ജന മാറി നിൽക്കുന്നു. സഞ്ജുവിനെ തിരികെ സഞ്ജനയ്ക്ക് നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു ദക്ഷ ഇത്രയും നാൾ മുന്നിൽ വെച്ചത്. സുനന്ദ എന്ന ആ സ്പൈ വർക്കറെ കൂടി മംഗലശ്ശേരിയിലേക്ക് പറഞ്ഞയക്കുന്നതിന്റെ പ്രധാന കാരണവും അതുതന്നെ. എന്നാലും അവസാനം ആ ക്ലൈമാക്സ് രംഗത്തിലേക്ക് എത്തുകയാണ്. ലച്ചു സ്വാതിക്ക് വേണ്ടി ചായ ഉണ്ടാക്കുന്ന ആ കാഴ്ച കണ്ട് അവിടേക്ക് എത്തിയ സുനന്ദ ലച്ചുവിന്റെ കണ്ണു വെട്ടിച്ച് സ്വാതിക്ക് കൊടുക്കുന്ന ആ ചായക്കുള്ളിൽ സ്വാതിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള മരുന്ന് കലർത്തണം, സ്വാതിയുടെ കുഞ്ഞിനെ എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന ദക്ഷ തന്റെ മേൽ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം പൂർത്തിയാക്കുന്നതിന്റെ സന്തോഷത്തിൽ സുനന്ദ നിന്നു. അപ്പോഴാണ് ലച്ചു ചായയുമായി സ്വാതിയുടെ റൂമിലേക്ക് പോകാനായി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ അവിടേക്ക് ഗോവിന്ദന്റെ അമ്മാവൻ ഉത്തമൻ അപ്രതീക്ഷിതമായി വന്നെത്തുന്നു. ഗോവിന്ദന്റെ അമ്മാവൻ അരികിലേക്ക് വന്നതും ലച്ചു സംസാരിക്കാനായി അദ്ദേഹത്തിന് അരികിലേക്ക് ചെന്നു. കയ്യിലിരുന്ന ചായക്കപ്പ് കണ്ട് അതിശയത്തോടെ ഉത്തമൻ ചോദിച്ചു, അത് ശരി, ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുൻപ് തന്നെ മോൾ ഇക്കാര്യം മനസ്സിലാക്കി അല്ലെ? എനിക്ക് ചായ മോൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിരുന്നു അല്ലേ? കൊള്ളാം, എനിക്ക് സന്തോഷമായി, അങ്ങനെയായിരിക്കണം പെൺകുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ലച്ചുവിന്റെ കയ്യിൽ നിന്ന് ആ ചായ വാങ്ങിച്ചു കുടിക്കാൻ ഉത്തമൻ തയ്യാറാകുന്നു. ലച്ചു അപ്പോഴും ഉത്തമനോട് പറഞ്ഞു, അത് അമ്മാവനുള്ളതല്ല ഈ ചായ, ഇത് സ്വാതി ചേച്ചിക്ക് ഞാൻ എടുത്തതാണ്, സ്വാതി ചേച്ചിക്ക് കൊടുക്കാനായി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞതും ഉത്തമൻ പറഞ്ഞു, എന്തായാലും ഇതിപ്പോ ഞാൻ ആഗ്രഹിച്ചു പോയില്ലേ, എനിക്കിത് ആണെന്ന് ഞാൻ പ്രതീക്ഷിച്ചും പോയി, അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യ്, സ്വാതി മോൾക്ക് വേറൊരു ചായ ഇട്ട് കൊടുത്തു, ഇതെന്തായാലും ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞ് സ്വാതിക്ക് കൊടുക്കാനായി കൊണ്ടുവന്ന ആ ചായ നിർബന്ധപൂർവം ഉത്തമൻ ലച്ചുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. ആ ചായ വാങ്ങിച്ച് കുടിക്കാനായി ഒരുങ്ങി. ഈ സമയത്ത് ലച്ചു അമ്മാവന്റെ ആഗ്രഹമല്ലേ, എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ ചായ ഉത്തമന് നൽകുന്നു. ഉത്തമൻ ചായ കുടിക്കുന്നതോടൊപ്പം തന്നോട് ഗോവിന്ദൻ പറഞ്ഞേൽപ്പിച്ച ആ കാര്യം കൂടി ലച്ചുവിനോട് അറിയിച്ചു. ഇത്രയൊക്കെ സംഭവിച്ചതിന്റെ പേരിൽ ലച്ചുവിന്റെ മനസ്സിലാകെ വിഷമമുണ്ടെന്നും ലച്ചുവിന്റെ മനസ്സാകെ അസ്വസ്ഥമാണെന്നും മനസ്സിലാക്കിയ ഉത്തമൻ ലച്ചുവിനോട് പറഞ്ഞു, മോളുടെ മനസ്സിന്റെ ആശങ്ക ഗോവിന്ദന് മനസ്സിലായി. ഗോവിന്ദ് അതുകൊണ്ടാണ് എന്നോട് മോളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ, മോളുടെ മനസ്സിലെ ആശങ്ക മാറ്റി കൊടുക്കാനായിട്ട് എന്നോട് ഇവിടേക്ക് വരാനായി പറഞ്ഞത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, മോള് ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. പിന്നെ ഗോവിന്ദന് നേരെ ഉണ്ടായ ആക്രമണം, അതിന് പിന്നിൽ ആരാണെന്നും നമ്മൾ ഉടനെ തന്നെ കണ്ടെത്തും, അതിനെ ഓർത്ത് മോൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ലച്ചുവിനെ സമാധാനിപ്പിക്കുന്ന ഉത്തമൻ ചായ കുടിക്കുന്നതിനിടയിൽ എന്തോ ഒരു അരുചി തോന്നുന്നു. അല്ല, മോൾ ഇതിൽ എന്തെങ്കിലും സ്പെഷ്യലായി ചേർത്തിട്ടുണ്ടായിരുന്നോ എന്ന് ഉത്തമൻ അന്വേഷിച്ചു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും താൻ അതിനകത്ത് ആഡ് ചെയ്തിരുന്നില്ല എന്ന് ലച്ചു പറയുമ്പോഴും ഉത്തമൻ പറഞ്ഞു, എന്തായാലും രുചിയിലൊരു വ്യത്യാസമുണ്ട്, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അമ്മാവൻ അത് മുഴുവൻ കുടിച്ചു. അല്പസമയത്തിനുള്ളിൽ അമ്മാവന്റെ വയറിന് വല്ലാതെ വേദന അനുഭവപ്പെടുന്നു. അമ്മാവൻ എന്താ കാര്യം എന്നറിയാതെ ആകെ ആശങ്കയോടെ, എന്നാ ഞാൻ പോയിട്ട് വരാം മോളെ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. അമ്മാവൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോ
പിന്നീട് അമ്മാവന് വയറിനകത്ത് വേദന കലശലാവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യുന്നു. അമ്മാവൻ ആ ചായ കുടിച്ചതിൽ നിന്ന് എന്തോ കുഴപ്പം അമ്മാവന് സംഭവിച്ചിട്ടുണ്ടെന്ന് ലച്ചുവിന് മനസ്സിലായി. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഗോവിന്ദ് വിളിച്ച് വിവരങ്ങൾ അറിയിച്ചു. അമ്മാവന്റെ വയറിനുള്ളിൽ എന്തോ വിഷാംശം ചെന്നിട്ടുണ്ടായിരുന്നു എന്നതായിരുന്നു അവിടുന്ന് കിട്ടിയ മെഡിക്കൽ റിപ്പോർട്ട്. അത് കേട്ട ലച്ചു ആകെ ആശങ്കയിലായി. യഥാർത്ഥത്തിൽ താൻ ഇത് സ്വാതിയേച്ചിക്ക് കൊടുക്കാനായി കൊണ്ടുവന്ന ചായയായിരുന്നെന്നും അത് നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ അത് അമ്മാവനാണ് താൻ കൊടുത്തത് എന്നും, പക്ഷേ തന്റെ ചേച്ചിയുടെ ജീവൻ ആപത്തുണ്ടാകുന്നതിന് വേണ്ടി മനഃപൂർവ്വം ആരോ കരുക്കൾ നീക്കിയിരുന്നുവെന്നും അമ്മാവൻ അതിൽ വന്ന് പെട്ടതാണ് എന്നും ലച്ചു തിരിച്ചറിഞ്ഞു. എന്തായിരിക്കും ഇതിന് പിന്നിൽ, ആരുടെ കരങ്ങളായിരിക്കും ഉണ്ടായിരുന്നത് എന്ന് ലച്ചു കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു. അവസാനം ലച്ചു കുറച്ചു നേരം ഇരുന്ന് ആലോചിച്ചു. അപ്പോഴാണ് സുനന്ദ തന്റെ അരികിലേക്ക് വന്ന വിവരം ലച്ചു ഓർത്തെടുക്കുന്നത്. ചായ സ്വാതിയേച്ചിക്ക് വേണ്ടി ഉണ്ടാക്കിയ നേരത്ത് ആ കിച്ചണിലേക്ക് വന്നത് സുനന്ദ മാത്രമായിരുന്നുവെന്നും സുനന്ദ അവിടേക്ക് വന്നതിന് ശേഷം തന്നോട് പറഞ്ഞത് തനിക്ക് വല്ലാതെ തലവേദന എടുക്കുന്നുണ്ടെന്നും ഇവിടെ എവിടെയോ ബാം ഇരിക്കുന്നത് താൻ കണ്ടിരുന്നു, അത് തപ്പാനായി വന്നതാണ് എന്നൊക്കെ സുനന്ദ പറയുകയും സുനന്ദയ്ക്ക് വേണ്ടി ലച്ചു അവിടെ ഇരുന്ന ആ ബാം എടുക്കാനായി പോയ സമയത്ത് വളരെ വിദഗ്ധമായി സുനന്ദ തന്നെയാണ് ആ ചായയിൽ എന്തോ കലർത്തിയതെന്ന് ലച്ചു തിരിച്ചറിഞ്ഞു. അവസാനം ലച്ചുവിന്റെ സംശയം ശരിയാണെന്ന് ലച്ചു ഉറപ്പാക്കുന്നതിന് വേണ്ടി സുനന്ദയുടെ റൂമിലേക്കും പരിശോധന നടത്തുന്നു. അവിടെ തന്നെ സുനന്ദയുടെ റൂമിലിരുന്ന ആ പൊടിമരുന്ന് ലച്ചു കണ്ടെത്തി. ഇനി ഇതിന് പിന്നിലുണ്ടായിരുന്ന സുനന്ദയും അവളെ ഇവിടേക്ക് പറഞ്ഞയച്ച ആ ബുദ്ധി കേന്ദ്രവും ആരാണെന്ന് കണ്ടെത്തുക എന്നതാണ് തന്റെ അടുത്ത ലക്ഷ്യമെന്ന് ലച്ചു മനസ്സിലുറപ്പിച്ചു. ഉടനെ തന്നെ ലച്ചു അതിനെക്കുറിച്ച് കണ്ടെത്താനായി സത്യാവസ്ഥ മുഴുവൻ, ഇവിടെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർത്ത ആരാണെന്നും അതിന്റെ പിന്നിൽ ആരുടെ തലച്ചോറാണ് പ്രവർത്തിച്ചിരുന്നതെന്നും കണ്ടെത്തുമെന്ന് ലച്ചു തീരുമാനിക്കുകയും ഉടനെ തന്നെ സ്വാതിയുടെയും മറ്റെല്ലാവരുടെയും അരികിലേക്ക് ലച്ചു എത്തുന്നു. എല്ലാവരും ആകെ ആശങ്കയോടെ ഉത്തമൻ ഇപ്പോൾ സംഭവിച്ച ആ അവസ്ഥയെക്കുറിച്ച് എല്ലാവരും പരിഭ്രമിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ അവിടേക്ക് ലച്ചു ഓടിയെത്തുകയും എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയുവാനുണ്ട് എന്ന് അറിയിച്ചു. എന്താ മോളെ, മോൾക്ക് എന്താ പറയാനുള്ളത് എന്ന് ആശ്ചര്യത്തോടെ ചോദിക്കുമ്പോൾ ലച്ചു എല്ലാവരെയും അരികിലേക്ക് വിളിപ്പിച്ചു. വേറൊന്നുമല്ല, എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് എന്ന് പറഞ്ഞ് ലച്ചു തന്റെ കയ്യിലിരുന്ന ആ പൊടിമരുന്ന് ഏവരെയും കാണിച്ചു. ഇതാണ് ഡോക്ടറുടെ അമ്മാവന് കൊടുത്ത ആ ചായയിലുണ്ടായിരുന്ന മരുന്ന് എന്ന് പറഞ്ഞ് ലച്ചു അത് കാട്ടി. അത് കണ്ടതോടെ ലച്ചുവിനോട് എല്ലാവരും ആശങ്കയോട് ചോദിച്ചു, അല്ല മോളെ, നിനക്കിത് എവിടെ നിന്നാ കിട്ടിയത്, ഇതെങ്ങനെയാ ഇവിടെ വന്നത്? എല്ലാം കേട്ട ശേഷം ലച്ചു പറഞ്ഞു, ഇതെനിക്ക് കിട്ടിയത് എവിടെ നിന്നാന്ന് ഞാൻ പറയാം, അതിനു മുൻപ് ഇവിടെ മറ്റൊരാളെ കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ സുനന്ദയെ അവിടേക്ക് ലച്ചു വിളിപ്പിച്ചു. സുനന്ദ ഒന്നും അറിയാത്തതുപോലെ അവർക്കരികിലേക്ക് വന്ന എന്താ മോളെ എന്ന് വന്ന് അന്വേഷിച്ചതും ലച്ചു വേഗം തന്നെ തന്റെ കയ്യിലിരുന്ന കയ്യിൽ താൻ പിടിച്ചു നിന്നില്ല ആ മരുന്ന് മറച്ചു വെച്ചുകൊണ്ട് സുനന്ദയോട് ചോദിച്ചു, അല്ല ചേച്ചി, ഇന്ന് ഞാൻ സ്വാതി ചേച്ചിക്ക് എടുത്ത ചായയിൽ ചേച്ചി എന്തെങ്കിലും ഇട്ടിരുന്നോ എന്ന് അന്വേഷിച്ചു. ഉടനെ സുനന്ദ പറഞ്ഞു, ഞാനൊന്നും ഇട്ടിരുന്നില്ല, അതെന്താ അങ്ങനെ എന്നോട് ചോദിച്ചത്? ഞാനതിലൊന്നും കലർത്തിയിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ലച്ചു പറഞ്ഞു, ഓ അങ്ങനെയാണല്ലേ, എന്നാ എനിക്ക് തോന്നിയതായിരിക്കും, പക്ഷെ സുനന്ദ ചേച്ചിയുടെ റൂമിൽ നിന്ന് എനിക്കൊരു സാധനം കിട്ടിയിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും സുനന്ദ ആകെ ഞെട്ടി. എന്ത് കിട്ടിയെന്നാ ലച്ചു പറയുന്നത് എന്ന് സുനന്ദ അന്വേഷിച്ചതും സുനന്ദയെ പിടിച്ചു നിർത്തി ലച്ചു ചോദിച്ചു, ഇത് ചേച്ചിയുടെ റൂമിൽ നിന്ന് എനിക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞ് കയ്യിലിരുന്ന ബോട്ടിൽ ലച്ചു കാട്ടി. അത് കണ്ടതോടെ സുനന്ദ ആകെ ഞെട്ടിത്തെറിച്ച് സുനന്ദ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതൊന്നും ഞാൻ എടുത്തതല്ല, ഇതൊന്നും എന്റെ അല്ല ലച്ചു, ഇതാ എന്റേതാന്നൊക്കെ എന്തിനാ വെറുതെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോ ലച്ചു ഒരിക്കലും കളവ് പറയില്ലെന്നറിയാവുന്ന മംഗലശ്ശേരിയിലുള്ള എല്ലാവരും ലച്ചു ഒരിക്കലും കളവ് പറയില്ലെന്നും നിങ്ങളാണ് കളവ് പറയുന്നതെന്നും ഇതിന്റെ സത്യം എന്താണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പറയിപ്പിക്കുമെന്നും ലച്ചു അറിയിച്ചു. അവസാനം ലച്ചു കളവ് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജുവും സ്വാതിയും സുനന്ദയെ ചോദ്യം ചെയ്യാനൊരുങ്ങി. അവസാനം സുനന്ദ ആകെ ഭയത്തിലായി. ഉടനെ ലച്ചു ചോദിച്ചു, എന്റെ വിവാഹം മുടക്കാനായി, ഇവിടുത്തെ വിവാഹ നിശ്ചയം മുടക്കുന്നതിന് വേണ്ടി അന്ന് ആ വിവാഹ മോതിരം എടുത്തു മാറ്റിയതും നിങ്ങൾ തന്നെയല്ലേ? നിങ്ങളുടെ റൂമിൽ നിന്ന് എനിക്കത് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ലച്ചു ആ വിവാഹ മോതിരവും എല്ലാവരെയും കാട്ടുന്നു. അത് കണ്ടതോടെ സുനന്ദ താൻ പിടിക്കപ്പെട്ടു എന്ന് പൂർണ്ണമായും മനസ്സിലാക്കി. ഇനിയും താൻ ഇവിടെ നിന്നാൽ തന്റെ ജീവൻ പോലും ബാക്കി കിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടെ ഭയന്ന് വിറച്ച് സുനന്ദ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങി. സുനന്ദയെ പിടിച്ചു നിർത്തി സ്വാതിയും ലച്ചുവും
സുനന്ദയോട് പിടിച്ചു നിർത്തുകയും ഉടനെ തന്നെ സഞ്ജു പോലീസിൽ വിവരം അറിയിച്ചു. പോലീസിനെ ഇൻഫോം ചെയ്യുന്ന ആ സമയത്ത് തന്നെ സുനന്ദ ഭയന്ന് വിറച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാനായി പോലും നിൽക്കാതെ സുനന്ദ താൻ കുറ്റവാളിയാണെന്ന് അവരുടെ മുന്നിൽ വ്യക്തമായി അവരെ ധരിപ്പിക്കുന്നത് പോലെ, അവരുടെ മുന്നിൽ അത് സമ്മതിച്ചു കൊടുക്കുന്നത് പോലെ സുനന്ദ ഭയന്ന് വിറച്ച് മംഗലശ്ശേരിയുടെ മുറ്റത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. സുനന്ദ അവിടെ നിന്ന് ഓടി പോകുന്നത് കണ്ട് ആകെ നിരാശയോടെ രാജുവും സഞ്ജുവും പിന്നാലെ ഓടുമ്പോൾ അവസാനം ഗേറ്റ് കടന്നു പോകുന്ന സുനന്ദയെ പിന്നീട് മറ്റൊരു കാറിൽ വന്ന് ആരോ തട്ടിക്കൊണ്ടു പോകുന്നു. ഇതാരായിരിക്കും എന്ന് ആശ്ചര്യത്തോടെ അവർ നോക്കി നിൽക്കുമ്പോൾ സഞ്ജുവിന് എല്ലാം വ്യക്തമാകുന്നു. ഇതിന്റെ പിന്നിൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, സുനന്ദയുടേക്ക് പറഞ്ഞയച്ചതും ആ വ്യക്തി തന്നെയാണ്. മംഗലശ്ശേരിയുടെ ആജന്മ ശത്രുവായ ആ വ്യക്തി അത് മറ്റാരുമല്ല, ദക്ഷ തന്നെ എന്ന് സഞ്ജു ഏവരെയും അറിയിച്ചു. അതോടെ എല്ലാവരുടെയും മനസ്സിൽ വീണ്ടും ഭയാശങ്കകൾ ഉടലെടുത്തു. കഴിഞ്ഞ ദിവസത്തെ തിരുമേനി വന്ന് പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞത്, അന്ന് കബഡി നിരത്തി അദ്ദേഹം കണ്ട ആരൂഢത്തിൽ കണ്ട തടസ്സങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ഈ കുടുംബത്തിൽ ഉടനെ തന്നെ ഒരു മരണം ഉണ്ടാകുമെന്നും ആ മരണത്തിന് ഇനി അധിക താമസമില്ല എന്നും അതോടൊപ്പം തന്നെ ആ മരണത്തിന് ശേഷം ഈ കുടുംബത്ത് അങ്ങനെ ഒരു മരണം സംഭവിക്കുകയും അതിനുശേഷം പിന്നെ മംഗളകരമായ കർമ്മങ്ങൾ ഇവിടെ നടക്കുകയും ചെയ്യുമെന്ന് അന്ന് തിരുമേനി ഓർമ്മിപ്പിച്ചത് ഏവരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നു. യഥാർത്ഥത്തിൽ എന്ത് സംഭവമാണ് ഇനി ഇവിടെ അരങ്ങേറാൻ പോകുന്നതെന്നും ആരുടെ ജീവനാണ് ഇതിന് ബലിയാടാവുക എന്ന ആശങ്കയായിരുന്നു മറ്റുള്ളവരുടെ എല്ലാവരുടെയും മനസ്സിനെ അലട്ടിയത്. ഇനി എന്താണ് ഇവിടെ സംഭവിക്കുകയെന്നും വിവാഹത്തിന് ഇനി അധിക ദിവസങ്ങളില്ലെന്നും ഉടനെ തന്നെ ലച്ചുവിന്റെയും ഗോവിന്ദിന്റെയും വിവാഹ മുഹൂർത്തം എത്തുകയാണെന്നും ആ വിവാഹത്തിന് ശേഷം എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കുക, വിവാഹം നടക്കുമോ, അങ്ങനെയുള്ള പല ആശങ്കകളും അവരുടെ മനസ്സിനെ അലട്ടി. ഇതിനിടയിൽ ലച്ചുവിനോട് അന്ന് തിരുമേനി അറിയിച്ച ആ പ്രായശ്ചിത്തം കൂടി ചെയ്യണമെന്ന് ശ്രീദേവി അമ്മ ലച്ചുവിനോട് അറിയിച്ചു. ക്ഷേത്രത്തിൽ ചെന്ന് 101 പൂർണ്ണകുംഭം അവിടെ സമർപ്പിക്കണമെന്നും അതോടൊപ്പം അവിടെ പ്രായശ്ചിത്തം ഏറ്റുപറഞ്ഞ് താലി ഊരി വെക്കണമെന്നും, അങ്ങനെ പ്രായശ്ചിത്തം നടത്തി ഈ താലി ഊരി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പ്രശ്നവും സംഭവിക്കില്ല എന്നും ഉമാമഹേശ്വരനോട് മാപ്പ് പറഞ്ഞ് പിഴ പറഞ്ഞ് അങ്ങനെ ഒരു പാപപരിഹാരം കൂടി അവിടെ ചെയ്താൽ അതോടെ എല്ലാം ശുഭമാകുമെന്നുമുള്ള തിരുമേനിയുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കാനായി ലച്ചുവും സ്വാതിയും സഞ്ജുവും ശ്രീദേവി അമ്മയും കൂടി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു.